രാവിലെ 5 മണിയോടെ വഴിപാട് കൗണ്ടർ തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരമറിഞ്ഞത്. ചുറ്റമ്പലത്തിനുള്ളിലെ ഓട് പൊളിച്ചു കടന്ന മോഷ്ടാവ് പ്രധാന വഴിപാട് കൗണ്ടർ പൊളിച്ചാണ് കവർച്ച നടത്തിയത്. 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി ദേവസ്വം മാനേജർ പോലീസിന് മൊഴി നൽകി. 4 സെക്യൂരിറ്റിക്കാർ നിലവിലുണ്ട്. അതുകൂടാതെ കർക്കിടകം പ്രമാണിച്ച് നമ്മൾ 2 സെക്യൂരിറ്റിക്കാരെ കൂടി സേവനം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ CCTV ക്യാമറ വെക്കാനായിട്ട് ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. ഉടൻ തന്നെ അത് സ്ഥാപിക്കും. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഇവിടെ സ്ഥിരമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് സ്ഥലത്ത് വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. തൃശൂർ സിറ്റി വിരലടയാള വിദഗ്ധരായ U രാമദാസ്, KP ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിരലടയാളങ്ങൾ ശേഖരിച്ചു. കേരള പോലീസിലെ K9 സ്ക്വാഡിലെ ഡോഗ് ജിപ്സിയെ നടപ്പന്തലിലെത്തിച്ച് താക്കോൽക്കൂട്ടം നൽകി. മണം പിടിച്ച ശേഷം ജിപ്സി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ ഓടി ക്ഷേത്രത്തിനകത്ത് കടന്നു. മോഷണം നടന്ന പ്രധാന വഴിപാട് കൗണ്ടറിലും ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് മുൻപിലൂടെയും ഓടി പുറത്തു കടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയുടെ മുൻപിലെ ആലിന്റെ പരിസരത്തേക്ക് 100 മീറ്ററോളം നായ പുറത്തേക്ക് പോയി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന ആരോപണം ശക്തമാണ്. ക്ഷേത്രത്തിനകത്തും പുറത്തും പരിസരങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. പ്രധാന ഉത്സവ സമയങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയപ്പോഴും ഭക്തരും പോലീസും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.